നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണെന്ന് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണേ എടുക്കുകയാണേ. ദി എംപറർ, ഓക്കെ. ഏസ് ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് കപ്സ്, ഗുഡ്. പേജ് ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് wands, നൈസ്. 10 of cups, 4 of wands, വെരി ഗുഡ്. ഇന്നെല്ലാം പ്രപ്പോസൽ, കല്യാണം അങ്ങനെയൊക്കെയാണല്ലോ. ഭയങ്കര ഹാപ്പി കാർഡ്സ് ആണല്ലോ വരുന്നത്. തോട്ട്സ്, സോറി, സ്പേസ് ഇല്ലാത്തതുകൊണ്ടേ കൈയും കാലൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി വളരെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്പസ്വല്പം ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് അവർക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്, നിങ്ങളുടെ ഒരുപാട് സ്നേഹമാണ് എന്നവർക്ക് റിയലൈസേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് അവർക്ക്. ഇവർ ഒരു എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ വെച്ചിരുന്നെങ്കിൽ ആ തെറ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഫാമിലി എന്നിവിടെ പറയുമ്പോൾ സ്പെസിഫിക്കലി അവരുടെ പാരൻസാണ്. ഓക്കെ, അവരുടെ പാരൻസിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ, അതൊരു മാരേജ് പ്രപ്പോസൽ തന്നെയാണ്. ഓക്കെ, ഒരു മാരേജ് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പടി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇന്ന് വേറൊരു റീഡിങ് എടുത്തതിലും നിങ്ങൾക്കുള്ള മെസ്സേജസ് ഞാനിന്ന് എടുത്തതിൽ ഇതിൻ്റെ റെപ്പിറ്റേഷനായിട്ടാണ് കാർഡ്സ് വന്നിരുന്നത്. ടോട്ടൽ ഡിഫറെൻറ്റ് ഡെക്കാണ്, വേറെ ഡെക്ക് ഉപയോഗിച്ചാണ് ഞാൻ ആ ഷോർട്സ് എടുത്തത്. പക്ഷേ ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ട് വരുന്നു. ആ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി കാണുക കേട്ടോ, ഇന്നത്തെ മെസ്സേജസ്. ഓക്കെ.